ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 25 സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? അതായത് ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്, ഒരു വശത്തിൻ്റെ നീളവും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം. ഇവിടെ ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉയരം അല്ലേ, മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈറ്റാണ് ഈ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കുക 4 സൈഡ്സും ഈക്വലാണ്. സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. ഈ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഈ ഉയരം കാണാനായിട്ട് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? പൈതഗോറസ് തിയറം. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ ആണല്ലോ. ഇവിടെ പാദം ആണ്, ബേസ് ആണ് 1.5 സെൻറ്റിമീറ്റർ, ഹൈപ്പോട്ടന്യൂസ് ആണ് 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് 3.5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്ന് പറയുന്ന 1.5 ഹോൾ സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അഥവാ ഉയരം സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഹൈറ്റ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും നോക്കാം അല്ലെ. ഉയരം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം അല്ലേ. അതായത് 3.5ൻ്റെ സ്ക്വയറിൽ നിന്ന് 1.5ൻ്റെ സ്ക്വയർ കുറയ്ക്കണം. നമുക്കറിയാം ഒരു ദശാംശ സംഖ്യയുടെ വർഗം കാണാനായിട്ട് അല്ലേ. ദശാംശ സംഖ്യ എന്ന് പറയുമ്പം ഡെസിമൽ പോയിൻ്റ് ഉള്ളത്, ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി നമുക്ക് 35ൻ്റെ സ്ക്വയർ കാണുക, എന്നിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 35 × 35 എത്രയാണ്? 5 5s are 25, 5 3s are 15 plus 3, 15 plus 2 17, 3 5s are 15, 3 3s are 9 plus 1 10, 1 2 2 5 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ 3.5 ആണ്. അപ്പോൾ ഇവിടെയും 3.5 ആണ്. അപ്പോൾ ഡെസിമലിന് ശേഷം, ദശാംശ ബിന്ദുവിന് ശേഷം ഇവിടെ ഒരക്കമുണ്ട്, ഇവിടെ ഒരക്കമുണ്ട്, ടോട്ടൽ 2 അക്കങ്ങൾ വരണം. അപ്പോൾ 12.25 ഡെസിമലിന് ശേഷം 2 അക്കം വരണം. അപ്പോൾ ഇതിനെന്താ 3.5 ഹോൾ സ്ക്വയർ എത്രയാണ്? 12.25 മൈനസ് ഇതേപോലെ തന്നെ നമുക്ക് 1.5ൻ്റെ സ്ക്വയറും കാണാം. അപ്പോൾ 15 × 15 നമുക്കറിയാം. 15 × 15 225 ആണെന്നറിയാം. അപ്പോൾ 1.5 1.5. അപ്പോൾ ഇവിടെയും പോയിന്റിന് ശേഷം ഒരക്കം, ഇവിടെ ഒരക്കം, ടോട്ടൽ 2 അക്കങ്ങൾ വേണം. അപ്പോൾ പോയിന്റിന് ശേഷം 2 അക്കങ്ങൾ വേണം. അപ്പോൾ 2.25 ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 12.25ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴും പോയിന്റ് നേരെ താഴെ വരണം അല്ലേ. അപ്പോൾ ഇവിടെ വേണം 2 എഴുതാൻ, ഇവിടെ 25. അപ്പോൾ എത്ര വന്നു? 10 എന്ന് വന്നാൽ 10.00, അതായത് 10 തന്നെയല്ലേ അല്ലേ. ഹൈറ്റിൻ്റെ സ്ക്വയർ ആണല്ലേ, ഉയരത്തിൻ്റെ സ്ക്വയർ ആണ് 10. അപ്പോൾ ഈ സ്ക്വയർ കളയാൻ വേണ്ടി ഇവിടെ റൂട്ട് ഇടേണ്ട. അതായത് ഹൈറ്റ് അഥവാ ഉയരം എത്ര വന്നു? റൂട്ട് 10 വന്നു. അപ്പോൾ ഇത് റൂട്ട് 10 ആണ് കിട്ടി. ഇപ്പം നമുക്ക് റൂട്ട് 10 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? റൂട്ട് 10 ആണ് അല്ലേ. റൂട്ട് 10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ സൈഡ് ഈക്വൽ ടു സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 10. വശം അല്ലേ, ഈ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം റൂട്ട് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം? ഏരിയ അഥവാ പരപ്പളവും കൂടെ കാണണം. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. പരപ്പളവ് എന്ന് പറയുന്നത് വശം ഗുണം വശമാണ്. അപ്പോൾ റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഈ റൂട്ട് 10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
അല്ലേ? അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, വശം ഗുണം വശമാണ്, വശം സ്ക്വയർ ആണ്. ഈ വശം എന്ന് പറയുന്ന ഉയരമല്ലേ, അല്ലേ? ഉയരത്തിൻ്റെ സ്ക്വയർ അല്ലേ 10 സെൻറ്റിമീറ്റർ, അല്ലേ? സൈഡ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. സൈഡിൻ്റെ സൈഡാണ് ഏരിയ. സൈഡിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് സ്ക്വയർ തന്നെയല്ലേ? ഹൈറ്റ് സ്ക്വയർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ലേ? അതെത്രയാണ്? 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ഹൈറ്റ് സ്ക്വയർ ആണ്, അല്ലേ? അപ്പോൾ ഏരിയ എപ്പോഴും സ്ക്വയർ സെൻറ്റിമീറ്റർ ഇങ്ങനെ എഴുതാം, SQCM എന്നും എഴുതാം. മനസ്സിലായല്ലോ? ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദി പിക്ചേഴ്സ് ബിലോ. ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അല്ലേ? അതായത് ചുവടെയുള്ള ഓരോ ചിത്രത്തിലെയും സമചതുരത്തിൻ്റെ പരപ്പളവും വശത്തിൻ്റെ നീളവുമാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫിഗർ നോക്കിക്കേ, അവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്, അല്ലേ? 2 മട്ടത്രികോണങ്ങളുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ ഹൈപ്പോഡ്ന്യൂസ് അഥവാ കർണമാണ് ഒരു വശമായിട്ട് വന്നിരിക്കുന്നത്. ഇതാണല്ലോ നമ്മുടെ ഫിഗർ. അതായത് ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ, ആദ്യത്തെ മട്ടത്രികോണത്തിൻ്റെ പാദവും ഉയരവും 1 മീറ്ററാണ്, ബേസും ഹൈറ്റും 1 മീറ്ററാണ്. എന്നിട്ട് ആ ഹൈപ്പോഡ്ന്യൂസിനെയാണ് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് 1 മീറ്ററാണ്, ഹൈറ്റ് നമുക്കറിയത്തില്ല, ഹൈപ്പോഡ്ന്യൂസും അറിയത്തില്ല. ആ ഹൈപ്പോഡ്ന്യൂസിൻ്റെ ലെങ്ത്താണ് ഈ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ആദ്യത്തെ മട്ടത്രികോണത്തിൻ്റെ പാദവും ഉയരവും 1 മീറ്ററാണ്. അപ്പോൾ നമുക്കൊരു കർണം കിട്ടും. ആ കർണം രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ ഉയരമാക്കിയാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ പാദം 1 മീറ്ററാണ്. അപ്പോൾ കിട്ടുന്ന കർണം ഉണ്ടല്ലോ, ആ കർണമാണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശമായിട്ട് വന്നിരിക്കുന്നത്. ആ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം കാണുകയും ചെയ്യണം, പരപ്പളവ് കാണുകയും ചെയ്യണം. അപ്പം നമുക്ക് ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൈതഗോറസ് തിയറം തന്നെയാണ്. അപ്പോൾ ഹൈപ്പോഡ്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ. അപ്പോൾ ഒന്നാമത്തെ റൈറ്റ് ട്രയാങ്കിളിൽ എന്താ വരുന്നതെന്ന് നോക്കാം. കർണം നമുക്കറിയത്തില്ല, അല്ലെ? ഹൈപ്പോഡ്ന്യൂസ് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് അഥവാ പാദം 1 ആണ്, 1 സ്ക്വയർ പ്ലസ് ഹൈറ്റും 1 സ്ക്വയർ. 1 സ്ക്വയർ എന്താണ്? 1 തന്നെ. 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. എന്ത്? ഹൈപ്പോഡ്ന്യൂസ് സ്ക്വയർ ആണ് 2. ഹൈപ്പോഡ്ന്യൂസിൻ്റെ സ്ക്വയർ അഥവാ കർണത്തിൻ്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ ഹൈപ്പോഡ്ന്യൂസ് എന്ത് വന്നു? √2 വന്നു. സ്ക്വയർ കളയുമ്പോൾ റൂട്ട് ഇടണം. √2 എന്താണ്? മീറ്ററാണ്. കണ്ടല്ലോ, മീറ്ററിലാണ് കിടക്കുന്നത്. ഇനി ഇതിപ്പോൾ √2 എന്ന് കിട്ടി. ഈ ഹൈപ്പോഡ്ന്യൂസ് ഇത്രയും √2 എന്ന് കിട്ടി. ഇത് 1 മീറ്റർ ആണല്ലോ. അപ്പോൾ സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ഇനി രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിൽ സെയിം ഇക്വേഷൻ ആയതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. ഹൈപ്പോഡ്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? ഇതാണല്ലോ ഹൈപ്പോഡ്ന്യൂസ്, അതാണല്ലോ ഈ സ്ക്വയറിൻ്റെ സൈഡ്. കർണം എന്ന് പറയുന്നത് ഇതാണ്, ഇപ്പം ഞാൻ പേന വെച്ചിട്ടിരിക്കുന്നത്. അതാണ് സമചതുരത്തിൻ്റെ ഒരു വശം. അത് നമുക്കറിയത്തില്ല. ബേസ് എത്രയാണ്? 1 ആണ്. 1 സ്ക്വയർ പ്ലസ് ഉയരം പറയുന്നതാണ് ഇപ്പം കിട്ടിയ √2. അപ്പോൾ √2ൻ്റെ സ്ക്വയർ നോക്കിക്കുക. റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ അതങ്ങ് ക്യാൻസലായിപ്പോവും. റൂട്ടും അതേ നമ്പറിന് തന്നെ സ്ക്വയറും കൂടെ വന്നപ്പോൾ അത് ക്യാൻസലായിപ്പോയി. ഇപ്പോൾ എന്ത് വന്നു? 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഈ റൂട്ടും പോയി സ്ക്വയറും പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 2. 1 + 2 എത്രയാണ്? 3. ഹൈപ്പോഡ്ന്യൂസ് സ്ക്വയർ ആണ് 3. അപ്പോൾ ഹൈപ്പോഡ്ന്യൂസ് എന്ത് വന്നു? അഥവാ കർണം എന്ത് വന്നു? √3 മീറ്റർ ആണല്ലോ. അപ്പോൾ ഇതാണ് √3 മീറ്റർ. മനസ്സിലായോ? ഇവിടം തൊട്ട് ഇവിടം വരെ അത് തന്നെയല്ലേ ഇതും. ഇപ്പം ഇത് √3 മീറ്റർ ആയല്ലോ. ഈ ഹൈപ്പോഡ്ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളമാണ്, അല്ലേ? സൈഡ് അഥവാ വശമാണ് എന്ത്? √3. ആരുടെ? സ്ക്വയറിൻ്റെ. ഇനി ഏരിയ അഥവാ പരപ്പളവ് കാണണ്ടേ? ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു.
റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ വശം ഗുണം വശമാണ് പരപ്പളവ്, സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ. അപ്പോൾ √3 ഇൻറ്റു √3 അല്ലേ √3 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ എന്താകും? അത് രണ്ടും പോയിട്ട് 3 മീറ്റർ സ്ക്വയർ. 3 മീറ്റർ സ്ക്വയർ കിട്ടിയല്ലോ. മീറ്ററിലാണ് കിടക്കുന്നത്. പിന്നെ ഏരിയ അഥവാ പരപ്പളവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, സ്ക്വയർ മീറ്റർ എന്ന് എഴുതാം, അഥവാ ചതുരശ്ര മീറ്റർ. ഏത് രീതി വേണമെങ്കിലും യൂണിറ്റ് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് 3 ഫിഗർ ഉണ്ട് അല്ലേ. നമുക്ക് ആദ്യത്തെ ഫിഗറാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗർ ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ. ഇവിടെ ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ, പിന്നെ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ, വീണ്ടും മൂന്നാമത്തെ റൈറ്റ് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് സ്ക്വയർ. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 3 മട്ടത്രികോണങ്ങളുണ്ട്. മൂന്നാമത്തെ മട്ടത്രികോണമാണിത്. അതിൻ്റെ കർണമാണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശം അല്ലേ. അപ്പോൾ ആദ്യത്തെ മട്ടത്രികോണം ഇതേപോലെ തന്നെ എഴുതുക, √2 കിട്ടി. രണ്ടാമത്തെ മട്ടത്രികോണത്തിൽ ഇതേപോലെ എഴുതുക, അപ്പോൾ ഇവിടെ √3 കിട്ടി ആണല്ലോ, സൈഡ് √3. ഇനി ഇവിടെ ഇത് നമുക്ക് മാറ്റണം. ഇനി എന്താണ്? മൂന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ കണ്ടുപിടിക്കണം അല്ലേ. മൂന്നാമത്തെ മട്ടത്രികോണത്തിൻ്റെ കാണാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ബേസ് സ്ക്വയർ എത്ര വന്നു? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ √3യുടെ സ്ക്വയർ 3 വന്നു, √3യുടെ സ്ക്വയർ അല്ലേ. അപ്പോൾ 1 സ്ക്വയർ 1 തന്നെ, √3യുടെ സ്ക്വയർ 3. 1 + 3 എത്രയാണ്? 4 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര വന്നു? സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് ഇടണം. √4 എന്ന് വന്നു. √4 എത്രയാണ്? 2 മീറ്റർ. അപ്പോൾ ഇത് 2 മീറ്റർ എന്ന് കിട്ടിയല്ലോ. അപ്പോൾ സൈഡ് എത്ര വന്നു ഇവിടെ? സൈഡ് 2 മീറ്റർ. ഇനി സൈഡ് 2 മീറ്റർ അഥവാ വശം, സമചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് 2 മീറ്റർ ആണെങ്കിൽ ഏരിയ അഥവാ പരപ്പളവ് കാണാൻ മേലെ. ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശം. അപ്പോൾ 2 × 2 അല്ലെ 2 സ്ക്വയർ. അപ്പോൾ എത്ര വന്നു? 4 സ്ക്വയർ മീറ്റർ അഥവാ ചതുരശ്ര മീറ്റർ. ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ 3 മട്ടത്രികോണം വന്നാലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഫിഗർ എന്ന് പറയുന്നത് 4 മട്ടത്രികോണം. നിങ്ങൾ ഈ ഓരോ സ്റ്റെപ്പും എഴുതിക്കണം. ഞാനിവിടെ എല്ലാം കൂടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 4 മട്ടത്രികോണം വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത് പോകും അല്ല, ഇവിടെ ഒരു മട്ടത്രികോണം ആകും. അപ്പം നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് √2 കിട്ടും, സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് √3 കിട്ടും, തേർഡ് റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് 2 മീറ്റർ എന്ന് കിട്ടും. ഇനി ഫോർത്ത് റൈറ്റ് ട്രയാങ്കിൾ, 4ാമത്തെ മട്ടത്രികോണം കാണണ്ടേ. 4ാമത്തെ മട്ടത്രികോണത്തിൻ്റെ കർണം എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു അഥവാ കർണം സ്ക്വയർ ഈക്വൽ ടു, ഞാൻ എല്ലായിടും ഈ മലയാളത്തിലും കൂടെ എഴുതുന്നില്ല, അത് എഴുതി പോയാൽ മതി. പാദം എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് ഉയരം 2 ആണ് ഇവിടെ കിട്ടിയത് അല്ലേ, 2 സ്ക്വയർ. 1 സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ 4, 1 + 4 5 എന്ന് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് എന്ത് വന്നു? √5 മീറ്റർ എന്ന് വന്നു. ആ √5 മീറ്റർ അല്ല ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം, സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം √5 ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കാണാമല്ലോ. ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശം, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ. അപ്പോൾ √5 ആണ് സൈഡ്, അതിൻ്റെ സ്ക്വയർ കാണുക. റൂട്ടും സ്ക്വയറും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നമ്പർ മാത്രം എഴുതുക. 5 മീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ മീറ്റർ അഥവാ ചതുരശ്ര മീറ്റർ ആണ് പരപ്പളവ്. അപ്പോൾ 3 ചോദ്യം 3 ഫിഗറും മനസ്സിലായല്ലോ, എഴുതി പഠിക്കുക. ഇനി 4ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. അതായത് √2നേക്കാൾ വലുതും √3യേക്കാൾ ചെറുതുമായ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. √2നേക്കാൾ വലുതും √3യേക്കാൾ ചെറുതുമായ, അപ്പം ഇങ്ങനെ
3 നമ്പേഴ്സ് നമുക്ക് കാണണം അല്ലേ? ഇവിടെ ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ. √2 ആണ് ചെറുത്, √3 ആണ് വലുത് അല്ലേ? ഈ സൈൻ അറിയാമല്ലോ, ലെസ് ദാൻ സൈൻ അല്ലേ? അതായത് ഈ കൂർത്തിരിക്കുന്നിടത്ത് ചെറിയ സംഖ്യയും തുറന്നിരിക്കുന്നിടത്ത് വലിയ സംഖ്യയും അല്ലേ? ഇനി ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു √2ൻ്റെ വില അല്ലേ? 1.4142 എക്സെട്ര ഉണ്ട്. ഞാനിപ്പോൾ അത് എഴുതുന്നില്ല. ഇവിടെയോ √3യുടെ 1.7320 അല്ലേ? ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എടുത്താൽ പോരെ 3 എണ്ണം അല്ലേ? അപ്പം 1.5 ഞാൻ എടുക്കാം. 1.4നേക്കാളിലും വലിയ നമ്പർ ആണല്ലോ 1.5 അല്ലേ? അപ്പോൾ ഇവിടെ 1.5 എടുക്കുന്നു. ഇവിടെ 1.6 എടുക്കുന്നു. ഇവിടെ 1.7 ഞാൻ എടുത്തോട്ടെ, കാരണം 1.7നേക്കാളും വലുതല്ലേ 1.7320. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതുപോലെ ദശാംശ സംഖ്യ ആണോ, ഡെസിമൽ നമ്പർ ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം, അംശവും ഛേദവും വേണം. അപ്പോൾ 1.5നെ നമുക്ക് 15/10 എന്ന് എഴുതാമല്ലോ. ഇതിനെ 16/10 എന്ന് എഴുതാം. ഇതിനെ 17/10 എന്ന് എഴുതാം ഇല്ലേ? കാരണം എന്താ, ദശാംശം അല്ലെ പോയിന്റിന് ശേഷം ഒരു നമ്പർ ആയതുകൊണ്ട് ഒരു 0 ഇടുക. എല്ലായിടത്തും സെയിം ആണല്ലോ, ഓരോ സീറോസ് ഇടുക. അപ്പം നമുക്ക് ഫ്രാക്ഷൻസ് ആയില്ലേ? ഏതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതാ? √2ൻ്റെയും √3യുടെയും ഇടയ്ക്കുള്ള 3 ഫ്രാക്ഷൻസ് കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഒരു 5, 6, 10 ഒക്കെ ഫ്രാക്ഷൻസ് ചോദിച്ചാൽ നമ്മൾ എന്തെടുക്കും? നമുക്കിവിടെ നമ്പേഴ്സ് മാറ്റരുതോ? 1.50 എന്ന് എഴുതാൻ മേലെ, 1.60 എന്ന് എഴുതാൻ മേലെ. നമുക്കിവിടെ 1.50 എന്ന് എഴുതാമല്ലോ, 1.60 എന്ന് എഴുതാം, 1.70 എന്ന് എഴുതാം. എത്ര സീറോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, കാരണം വില മാറുകയല്ല. അപ്പോൾ എന്ത് വന്നു? പോയിന്റിന് ശേഷം 2 നമ്പേഴ്സായി. അപ്പോൾ 2 സീറോസ് വേണ്ട. മുകളിൽ 150 ആവും, 2 0 ഇടുക. മുകളിൽ 160 ആവും, താഴെ 100 ആവും. മുകളിൽ 170 ആവും, താഴെ 100 ആവും. ഇനി നമുക്ക് ഇതിനിടെ എത്ര, 150ൻ്റെയും 160ൻ്റെയും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും എടുക്കാമല്ലോ. 151/100 എടുക്കാം അല്ലേ? 150 ആണ് ആദ്യത്തേത്. രണ്ടാമത്തെ 151 എടുക്കാം. 152/100 എടുക്കാം. 153/100 എടുക്കാം. അങ്ങനെ എവിടം വരെ പോകാം? 170/100 വരെ നമുക്ക് പോയി. എത്ര നമ്പേഴ്സ് കിട്ടും? എത്ര വേണേലും നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാം, ഭിന്നസംഖ്യ രൂപത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അഡിഷനും സബ്ട്രാക്ഷനും പഠിക്കാം.